കൈ വൈഡാണ് വെച്ചിരിക്കുന്നത്. ചേട്ടാ എനിക്ക് എടുത്തില്ല. ഇതെന്തോ ഇതുകൂടെ പിടിക്കാമോ? വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. കുറേ ഇപ്പൊ പറഞ്ഞാൽ മതിയാവില്ല. കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത്. അപ്പൊ എന്തോ ഒരു ഇതുപോലെ എനിക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. ഒരുപാട് സന്തോഷം വന്ന് വേസ്റ്റ് ചെയ്തതിന്. ശരിക്കും അപ്സര ടോപ്പ് 5 വരേണ്ട മത്സരാർത്ഥിയാണല്ലോ. മുംബൈ വിക്റ്റ് ചെയ്യാൻ തോന്നിയോ? എനിക്കറിയില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ അതേ വന്നിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞു. ഇപ്പോഴേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിൻ്റെ ഞെട്ടലിലാണ്. ആദ്യം പിന്നെ ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോഴും ക്യാമറേസൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തെ ശേഷം കാണുമല്ലേ. ആദ്യമായിട്ട് ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം, ഉറപ്പായിട്ട് പറയാം. കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ, കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. നിങ്ങളുടെ വിശേഷങ്ങളും എനിക്ക് അറിയണം, കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനി കുറേ കാര്യങ്ങൾ അറിയാം. എൻ്റെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. കുറേയുണ്ട് വിശേഷം, അതാണ് കുറേ പറയാനുണ്ട്. ഇപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒരുപാട് വിശേഷം. അപ്സര ഔട്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് നമ്മുടെ അർജുനാണ്. അപ്പം അർജുനെ കുറിച്ച് 2 വാക്ക് പറയാം. അർജുനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അർജുൻ എനിക്കതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം അർജുനോടുള്ള ഇത്. അപ്പം എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ട ആളും പിണങ്ങി ആളൊക്കെ അർജുനായിരിക്കും. എനിക്ക് ഇഷ്ടം കൂടുതലുകൊണ്ടാണ്, ഒരു സ്വാതന്ത്ര്യം കൂടുതലുകൊണ്ടാണ്. അപ്പം അർജുൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം നമ്മളേറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാണ്. ആ സൗഹൃദം ഇഷ്ടമൊക്കെ പുറത്ത് വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതെന്താ അറിയോ, തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ എല്ലാവരുമായിട്ടും ഒരു ഞാൻ എന്നും എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ളൂ. അല്ല, ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോർഡ് എടുത്തപ്പോ പെട്ടെന്നൊരു ഞെട്ടൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് ബാക്കിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പോലും അക്ഷരാണ് ഔട്ടായെന്നുള്ളൊരു ചിന്ത വന്നിരുന്നു. അപ്പൊ അതൊരു നിങ്ങളല്ലേ എന്നെ മറുപടി പറയണ്ടേ? നിങ്ങളൊക്കെയല്ലേ വോട്ട് ചെയ്യുന്നത്, ഞാൻ അകത്തല്ലായിരുന്നു. എനിക്കെന്താ അറിയാം. അതെ, എനിക്ക് ബാക്കിയൊക്കെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അമ്മയെക്കൊണ്ട് നോക്കി എന്തോ പറയാം കുറേ വിശേഷങ്ങളുണ്ട്. ഇപ്പൊ വിശദമായിട്ട് പറയും. ഒറ്റയ്ക്ക് പറയാൻ അതൊക്കെ പറയാം. അപ്സര ഇറങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി. അപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്താൽ കാണാം. അതെങ്കിലും സമ്മതിക്കണ്ടേ? ചെറിയ ചെറിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നിനെ കുറിച്ച് ഒരു പിടിയില്ല. അതേ ഫോണ് കിട്ടി ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നത്. ഫോണ് കിട്ടുമ്പോൾ തൊട്ട് ആദ്യമായിട്ട് ഫോൺ വാങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴേ നമുക്കുണ്ടാവുന്നൊരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല. അതുപോലെയായിരുന്നു. ഇത് ഓപ്പൺ ചെയ്ത് നോക്കണേ ഉള്ളൂ. എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം. എല്ലാത്തിനും പ്രതിവിധികളുണ്ട്. അതുപോലെ ശ്രീതു അർജുൻ സൗഹൃദത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയാം. സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ട്. നമുക്ക് വിശദമായിട്ട് എല്ലാം പറയാം.
അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെല്ലാവരും വന്നപ്പോൾ നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലാത്തവരോട് എനിക്ക് പരിഭവമൊന്നുമില്ല. എന്തായാലും വോട്ട് ചെയ്യുക. ഞാൻ സഹിക്കാൻ തുടങ്ങി 2.5 വർഷമായില്ലേ. അപ്പോൾ എന്തായാലും പിന്തുണച്ചല്ലേ പറ്റും. അല്ല എൻ്റെ ഫാമിലി മൊത്തം എനിക്കറിയാം. ഞാനവിടെ ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ ഞാനവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി എൻ്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് എന്ത് തന്നെയായാലും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ചേച്ചി അഖിൽമാരുടെ ആരോപണത്തെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ സത്യസന്ധമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇറങ്ങിയപ്പോഴും പറഞ്ഞേ ടോപ്പ് 5 കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. പുറത്തത്തെ കളി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അകത്തുള്ളൊരു ഡിസേർവിംഗ് അല്ല എന്നല്ല, അകത്ത് ഇപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട്. ഇനിയും വീണ്ടും ആ ഡിസേർവിംഗ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് അപ്പിലുണ്ടായിരുന്നു. അല്ല വേറൊന്നുമില്ല. ഇപ്പം റസ്മിൻ ഇറങ്ങിയ സമയത്താണേലും ഇതേ ഞെട്ടൽ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ സത്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഡ്രീമാണ്. അവിടെ നിന്ന് 25